നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യക്ക് കിട്ടുന്ന പോലത്തെ ഒട്ടും കയ്പില്ലാതെ നാരങ്ങ അച്ചാർ വീട്ടിലെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവസാനം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കാരണം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കടുക് നല്ല പോലെ പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി അരച്ച പേസ്റ്റാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരുന്നത്. അതേപോലെ ഒരു 3 പച്ചമുളകും എടുത്തിരുന്നു. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിലായിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നല്ല പോലെ നമ്മളിതിലിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്താൽ, അതായത് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ അച്ചാറിൽ ഇങ്ങനെ കഷ്ണം കടിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അച്ചാറിൽ മുഴുവനായിട്ടുള്ള സത്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ അച്ചാറിന് കുറച്ച് കൊഴുപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരണം. ഇതൊന്നും മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിരുന്നത് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ പേസ്റ്റ്. അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പൊടികൾ ഇടുന്ന വഴിക്ക് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുളക് പൊടിയാണ് ഒരു 2 ടേബിൾ സ്പൂണോളം എരിവുള്ള നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവരാണെങ്കിൽ സാദാ മുളക് പൊടി എടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് ഈ എണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ അങ്ങ് മൂത്ത് വരണം. അപ്പോൾ അച്ചാറിനൊക്കെ ആകുമ്പോൾ കുറച്ച് എരി കൂടുതലിരുന്നാലും ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല പോലെ മൂത്ത് വരട്ടെ. പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. 1 കിലോ നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു ആഴ്ചത്തോളം നല്ല പോലെ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ 4ആയിട്ട് പൊളിച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ അടച്ച് ഒരു ടിന്നിൽ വെക്കും. അപ്പോൾ അത് ഒരാഴ്ചയോളം വെച്ചിരുന്നതാണ്. അപ്പോൾ നല്ല പോലെ ഇതിൽ കയ്പൊക്കെ മാറി ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുന്ന നാരങ്ങയാണ് കേട്ടോ. ഈ നാരങ്ങ നമുക്ക് വെറുതെ ഒരു പച്ചമുളകൊക്കെ പൊടിച്ചിട്ട് വെറുതെ കഞ്ഞിയുടെ ഒപ്പം കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് നാരങ്ങ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും നാരങ്ങ പൊട്ടിപ്പോവാതെ എടുക്കണം. അതല്ലെങ്കിൽ അച്ചാർ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒട്ടും പൊട്ടിപ്പോകരുതെന്ന് മാത്രം. എന്നാലാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ മുറിച്ചൊക്കെ എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നാരങ്ങ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വിനീഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ നാരങ്ങയുടെ നകപ്പിന് തന്നെ വിനീഗർ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക്
കൂടുതൽ നാൾ ഒരു കേടും കൂടാതെ അച്ചാർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഓയിലും അതേപോലെ തന്നെ, അതായത് വെളിച്ചെണ്ണയും വിനീഗറൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചാൽ ഒരു ടെൻഷനും വേണ്ട. അത്രയും നാൾ നമ്മുടെ അച്ചാർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്തു, ഒരു കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഇതിലേക്ക് വേറെ ഒരു കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ വിനീഗറൊക്കെ കുറച്ച് കൂടുതൽ ഇരുന്നാൽ തന്നെയാണ് കുറച്ചധികം നാൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പിലിട്ട നാരങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കാരണം കറക്റ്റ് ഉപ്പാണ് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരുപാട് ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള വന്നാൽ മതി, കാരണം ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചതാണ്. അപ്പോൾ ഒരുപാട് ഇട്ട് തിളപ്പിച്ച് ചിലപ്പോൾ സോഫ്റ്റായിട്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു തിള വരുന്നത് വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ അച്ചാറിന് ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് മതിയാകും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ പൊടിച്ച് ചേർക്കാം. ഇപ്പോൾ ഞാൻ ഉലുവയും അതേപോലെ തന്നെ കായും കൂടി വറുത്ത് പൊടിച്ചിട്ട് ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ നേരത്തെ കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടിക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ വറുത്തിട്ട് ഒന്ന് പൊടിക്കുക. അപ്പോൾ ഞാൻ ഉലുവയും കായും കൂടിയാണ് കേട്ടോ വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ ഇത് ചേർക്കണമെന്ന്. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്നൊരു ആ അച്ചാറിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ നാരങ്ങയുടെ കയ്പ്പിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയുടെ അളവ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. ഇത്രയ്ക്ക് മതി. നമ്മുടെ അടിപൊളി അച്ചാർ റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള അച്ചാർ ഇവിടെ റെഡിയായി. എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപ്പിലിട്ട് ചെയ്യണമെന്നില്ല. ആവിയിൽ വേവിക്കുകയോ അതല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഉടയാതെ സൂക്ഷിക്കുക. എന്നിട്ട് അച്ചാറിടാണെങ്കിലും ഇതേ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും. ഉപ്പിലിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഉപ്പൊക്കെ നല്ല പോലെ നാരങ്ങയിൽ പിടിച്ച് കയ്പ്പൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കയ്പ്പില്ലാതെ തന്നെ നമുക്ക് അച്ചാർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി അച്ചാറിൻ്റെ, നാരങ്ങ അച്ചാറിൻ്റെ, ഒട്ടും കയ്പ്പില്ലാത്ത നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.